സർവശക്തനായ അള്ളാഹുവിന്റെ അനന്തകോടി സൃഷ്ടിജാലങ്ങളിൽ സവിശേഷമായ അസ്തിത്വം നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യവർഗത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ മതിമറന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണ്. ഭൗതികമായ ഈ ജീവിതത്തിലെ സുഖാസ്വാദനങ്ങൾ സംബന്ധിച്ച് മാത്രം ആലോചിക്കുന്നവരാണ്. അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലെ വ്യത്യസ്തമായ വസ്തുക്കളെ, വിഭവങ്ങളെ ചൂഷണ മനസ്ഥിതിയോടുകൂടി സമീപിക്കുന്നവരാണ്. അവരേതു സന്ദർഭത്തിലും ഏതു സാഹചര്യത്തിലും ഏതു കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോഴും ഭൗതികത പരമലക്ഷ്യമായി കരുതിക്കൊണ്ട് മാത്രമേ അവർക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം അതെങ്ങനെ ലഭ്യമായി എന്നോ അത് നിലച്ചു പോയാലുള്ള അവസ്ഥ എന്താണ് എന്നോ അടിസ്ഥാനപരമായി അത് എന്തിനു വേണ്ടി നൽകപ്പെട്ടുവെന്നോ അവർ ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അവരാണ് യഥാർത്ഥത്തിൽ നിഷേധികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവരെ പറ്റിയാണ് പറഞ്ഞത്. വല്ലദീന കഫറു യതമത്തഊന വയഅകുലൂന കമാ തഅകുലുൽ അൻആം വന്നാറു മസ്വൻ ലഹും. അവിശ്വാസികൾ, നിഷേധികൾ, അവർ സുഖിക്കുന്നു, അവർ ഭുജിക്കുന്നു. കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ ഭക്ഷിക്കുന്നത് പോലെ. വന്നാറു മസ്വൻ ലഹും, നരകമത്രേ അവരുടെ സങ്കേതം. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയിട്ടുള്ള ബുദ്ധിശക്തി, ചിന്താശക്തി, വിവേചന ശക്തി അത് ശരിയാം വിധം പ്രയോജനപ്പെടുത്താതെ ഇതെല്ലാം തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഭൗതികമായ ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിക്കുകയും എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഒരു ജീവിതം എന്ന ആശയത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിന്നുക, കുടിക്കുക, രമിക്കുക, സുഖിക്കുക എന്നതിൽ മാത്രം ജീവിതത്തെ തീർത്തു കളയുന്നവരാണ്, തുലച്ചു കളയുന്നവരാണ് ആ വിഭാഗം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് വ്യത്യസ്തമായ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മതി മറന്നുകൊണ്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. പുതുവത്സരത്തെ ആഘോഷിക്കുന്നതിന് വേണ്ടി പുതുവർഷ പുലരിയിൽ നിരന്തരമായി രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനന്ദ നൃത്തങ്ങളിൽ ആറാടുകയും മദ്യത്തിൽ നീന്തി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നത് ഈ വിഭാഗമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ മദ്യമാണ് പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കേരളീയൻ തുലച്ചു കളഞ്ഞിട്ടുള്ളത്. ആൺപെൺ കൂടിക്കലർന്നുകൊണ്ടുള്ള നർത്തനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുക സാധ്യമല്ല. എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും ഇതിൽ കാണാൻ നമുക്ക് സാധ്യമാകും. അവർ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും ഭൗതികമായി ജീവിതത്തിലെ ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരാണ്. അവരുടെ വർത്തനങ്ങൾ, അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ സമീപനങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ എല്ലാം ഭൗതികതയിൽ അധിഷ്ഠിതമായിരിക്കും. എന്ന് മാത്രമല്ല, ഒരു പക്ഷേ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പോലും ഭൗതികമായ ഈ ജീവിതത്തിൽ ധന്യത ലഭിക്കണം എന്നതിനെ സംബന്ധിച്ച് മാത്രമായിരിക്കും. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഫമിൻകും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകൾ അവർ പറയുന്നു, അവർ ചോദിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ഭൗതികമായ ഈ ലോകത്തെ ധന്യതയെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുകയും അതിൽ സമ്പന്നത ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ
ഒരു പക്ഷെ അവർക്ക് ഈ ലോക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച സന്ദർഭത്തിൽ, ഉദ്ദേശിച്ച സാഹചര്യത്തിൽ, ഉദ്ദേശിക്കുന്ന അളവിൽ അവർക്ക് ഭൗതികത വിശാലമാക്കി കൊടുക്കും. പക്ഷേ അവന് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടാകുന്നതല്ല. പരലോകത്ത് യാതൊരു ഓഹരിയും അവർക്കില്ലാതിരിക്കുവാനുള്ള കാരണം അടിസ്ഥാനപരമായി പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത അവർക്കില്ല എന്നതാണ്. അടിസ്ഥാന ജീവിത ലക്ഷ്യത്തെ സംബന്ധിച്ച് അവർക്ക് ബോധമില്ല എന്നതാണ്. അടിസ്ഥാന ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയാണ്, വിഭവങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് എന്ന ചിന്തയില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ വേറെ ഒരു വിഭാഗം ആളുകളെ പറ്റി പറയുന്നുണ്ട്. അവർ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളിൽ മതിമറക്കുന്നവരല്ല. അനുഗ്രഹങ്ങൾ ശരിയാം വിധം പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം അനുഗ്രഹദാതാവിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരാണ്. അനന്തവിശാലമായി മഹാപ്രപഞ്ചത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്, ആരാണ് ഇതിൽ വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, ആരാണ് ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണ് സന്തുലിതമായി പ്രപഞ്ചത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചെല്ലാം അവർ ആലോചിക്കുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. അവർ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അവർ നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. മാത്രമല്ല വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരിക്കും, ചിന്തിച്ചു കൊണ്ടിരിക്കും. എന്താണ് ഈ ആകാശം, എങ്ങനെയാണ് നഗ്നദൃഷ്ടികളാൽ കാണുന്ന സ്തംഭങ്ങളില്ലാതെ ആകാശം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്, എന്താണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്, ആരാണ് വാനലോകത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത്, എന്താണ് ഭൂമി എന്ന് പറയുന്നത്, അതിന്റെ രൂപം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, ഗോളാകൃതിയിലുള്ള ഭൂമി മനുഷ്യന് ജീവിക്കാൻ ഉപയുക്തമാം വിധം വിധാനിച്ചു തന്നിട്ടുള്ള ശക്തി ആരാണ്, വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ സമുദ്രത്തിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ആരാണ്, എന്തുകൊണ്ടാണ് കരയും കടലും തമ്മിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടലാണ്, വെള്ളമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് ജീവിക്കാൻ ഉപയുക്തമാം വിധം ഈ കര ഒരുക്കിയിട്ടുള്ളത് ആരാണ്, ആരാണ് വാനലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണ് ഭൂമിയിൽ വെള്ളം സംഭരിച്ചു വെച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ശരിയാം വിധം ആലോചിക്കുന്നവനാണ്, ചിന്തിക്കുന്നവനാണ് അവൻ. എന്നിട്ടോ അവൻ പറയും റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അല്ലാഹുവേ, ഇതൊന്നും തന്നെ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനത്രേ. ഫഖിന അദാബന്നാർ, ശാശ്വതമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. അത്ഭുതങ്ങൾ നിറഞ്ഞ ആകാശം, അതിവിശാലമായ ഭൂമി, വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുള്ള സമുദ്രം, വിഭിന്നങ്ങളായിട്ടുള്ള ജീവജാലങ്ങൾ, വ്യത്യസ്തമായ പ്രകൃതത്തിനിടയിലും ജീവജാലങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന പാരസ്ഥിതികം, ഇതൊന്നും തന്നെ നാഥ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതെല്ലാം നീ ഉണ്ട് എന്നതിനുള്ള സാക്ഷ്യങ്ങളാണ്. നീ ഉണ്ട് എന്നുള്ളത്, നീയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനുമുള്ള വ്യക്തമായ സ്പഷ്ടമായ സാക്ഷ്യമാണ് ആകാശങ്ങളും ഭൂമിയും നക്ഷത്രങ്ങളും, ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ട് നാഥ, നീ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതേ പ്രകാരം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് നീ പറഞ്ഞിട്ടുള്ളതും സത്യമാണ്. ആ ജീവിതത്തിൽ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് നീ പറയുന്നതും സത്യമാണ്. അവിടെ വിചാരണയുണ്ട് എന്ന് നീ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനം സത്യമാണ്. അതുകൊണ്ട് ആ വിചാരണ ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണമേ. ആ നാളിൽ പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് പരിപൂർണമായും നീ അകറ്റുകയും ചെയ്യണമേ എന്നും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നാം ആലോചിക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത് ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏത് വിഭാഗത്തിലാണ് നാം ഉൾപ്പെടുന്നത് എന്നതാണ്. ആദ്യമേ പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ തീർച്ചയായും നാം ഉൾക്കൊള്ളുന്നില്ല. രണ്ടാമത് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽ ഉൾക്കൊള്ളണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ആ ആഗ്രഹത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുവാൻ, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്നതാണ് ആത്മാർത്ഥമായി നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടത്.
ഭൗതികമായ ഈ ജീവിതത്തിലെ സുഖാസ്വാദനത്തിന്റെ പിന്നാലെ നാം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സഹധർമ്മിണിമാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സന്തതികളെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ നിയമങ്ങൾ ശരിയാവിധം പാലിച്ചുകൊണ്ടാണോ നാം മുന്നോട്ട് നീങ്ങുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ശരിയാവിധം അനുസരിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അനന്യമായ അതുല്യമായ അനുഗ്രഹങ്ങൾ അനുസ്യൂതമായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രക്ഷിതാവിന്, സൃഷ്ടാവിന്, അവന് നാം സമർപ്പിക്കേണ്ട ആരാധനകൾ യഥാതഥമായി യഥാസമയം സമർപ്പിക്കുവാൻ, ഭക്തിപൂർവ്വം സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ആരാധനകളിൽ നിന്ന് മുക്തമായി കഴിഞ്ഞാൽ പരലോകത്തെ വിചാരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ നേർരേഖയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ മക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ഭാര്യമാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുമ്പോൾ അല്ലാഹു വെറുക്കുന്നില്ല, പ്രവാചകൻ അതിന് ഇഷ്ടമില്ല എന്ന കാര്യം നാം ഉറപ്പുവരുത്തുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മേഖലയിലാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംതൃപ്തി അടഞ്ഞിട്ടുള്ള മേഖലയിലൂടെയാണ് ഞാനും എന്റെ കുടുംബവും സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. തീർച്ചയായും മനുഷ്യർക്ക് ചില ഇച്ഛകൾ അവർക്ക് അലങ്കൃതമാക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളോടുള്ള, സന്തതികളോടുള്ള, സമ്പത്തിനോടുള്ള, സ്വർണ്ണ വെള്ളി കുമ്പാരങ്ങളോടുള്ള ഇഷ്ടം അത് മനുഷ്യനിലുണ്ട്. അത് മനുഷ്യനെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. മുദ്രവെക്കപ്പെട്ടിട്ടുള്ള കുതിരകൾ, കൃഷി, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വിഭവങ്ങൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഈ എണ്ണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഭൗതികമായിട്ടുള്ള വിഭവങ്ങളാണ്. ഭാര്യമാർ, മക്കൾ, സമ്പത്ത്, ഭവനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കൃഷിയിടങ്ങൾ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയും ചിന്തയും നാം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഭൗതികമായിട്ടുള്ള വിഭവങ്ങളാണ്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തീർച്ചയായും ഏറ്റവും നല്ല മടക്കമുള്ളത് അള്ളാഹുവിന്റെ അടുത്താണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമെന്നുള്ള ആ ചിന്ത നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭൗതികമായ വിഭവങ്ങളിൽ അഭിനമിക്കുവാൻ പാടുള്ളതല്ല. അത് എത്ര വലുതാണെങ്കിലും അടുത്തതാണ്. പരലോകവുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ ഈ ഐഹികമായ ജീവിതത്തിലുള്ള ഏതൊരു കാര്യവും വളരെ വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ ഈ ഭൗതികമായ ജീവിതത്തിന് വേണ്ടി ഏറ്റവും വിലപ്പെട്ട ആഖിറത്തിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. فاعلموا انما هذه الحياه الدنيا لعب ولهو وزينه وتفاخر بينكم وتكاثر في الاموال والاولاد كمثل غيث اعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الاخره عذاب شديد ورضوان من الله. തീർച്ചയായും മനുഷ്യരെ നിങ്ങൾ അറിയുക, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം ചില കളികളാണ്, തമാശകളാണ്, ചിരികളാണ്, വിനോദങ്ങളാണ്. ഭാര്യമാരെ സംബന്ധിച്ചുള്ള, മക്കളെ സംബന്ധിച്ചുള്ള പെരുമ നടിക്കലാണ്, സമ്പത്തിനെ സംബന്ധിച്ചുള്ള മേനി നടിക്കലാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ കേവലം ഒരു മഴ പോലെയാണ്. മഴ വർഷിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ സസ്യലതാദികൾ പൊട്ടിമുളയ്ക്കും. കർഷകൻ മണ്ണിൽ മറച്ചു വെച്ചിട്ടുള്ള വിത്ത് മുളച്ചു പൊങ്ങും. അത് മുളച്ചു പൊങ്ങുന്ന സന്ദർഭത്തിൽ താൻ നട്ടു വളർത്തിയിട്ടുള്ള കൃഷി അത് ഉയർന്നു വരുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ആത്മപുളകമുണ്ടാകും. അത് യഥാർത്ഥത്തിൽ അതിൻ്റെതായ രൂപത്തിലുള്ള വളർച്ച പ്രാപിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കർഷകൻ ഉണ്ടാകുന്ന ആനന്ദത്തിന് അതിനുണ്ടാവുകയില്ല. എന്നാൽ അത് അതിന്റെ പൂർണ്ണതയിൽ തന്നെ നിലനിൽക്കുകയില്ല. പിന്നീട് അത് വാടിപ്പോകും, പിന്നീട് അത് മഞ്ഞളിച്ചു പോകും, പിന്നീട് അത് തുരുമ്പായി മാറും. യഥാർത്ഥത്തിൽ ഇതാണ് ഈ ഐഹികമായ ജീവിതം എന്ന് പറയുന്നത്. നിങ്ങളുടെ ആയുസ്സം എന്ന് പറയുന്നത് ശൈശവം കഴിഞ്ഞ്, ബാല്യം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, യുവത്വം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തി വാടിപ്പോകും. വാടിപ്പോയി കഴിഞ്ഞാൽ പൂർണ്ണമായും അത് കരിഞ്ഞു പോകും.
അങ്ങനെ കരിഞ്ഞു പോകുന്ന ഈ ലോക ജീവിതമാണ് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അറിയുക, ഐഹികമായ ജീവിതം എന്ന് പറയുന്നത് വഞ്ചനാത്മകമായ ചരക്കാണ്. ഈ വഞ്ചനാത്മകമായ ചരക്കിൽ നിങ്ങൾ അഭിരമിച്ചു പോയാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അന്ത്യനാളിൽ അതിരൂക്ഷമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ശിക്ഷയെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതോടൊപ്പം നിങ്ങൾ അറിയുക, അല്ലാഹുവിൽ നിന്നുള്ള സംതൃപ്തിയും അവിടെയുണ്ട്. അല്ലാഹുവിന്റെ സംതൃപ്തി വേണോ, അതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ വേണോ, തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തീർച്ചയായും ഈ ഭൗതികത എന്ന് പറയുന്നത് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് മധുരിമയുള്ളതാണ്, മാസ്മരികതയുള്ളതാണ്, മൊഞ്ചുള്ളതാണ്. നിങ്ങൾ അറിയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇതിനെ നൽകിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഇത് ഒരുക്കി തന്നിട്ടുള്ളത് തലമുറയായി കൈമാറി പോകുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ അനുഗ്രഹം ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ ഭൗതികമായ വിശാലത ഉപയോഗിച്ചുകൊണ്ടും സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം, സ്ത്രീകളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഈ രണ്ടു കാര്യത്തിലും അഭിരമിച്ചുകൊണ്ട് ഇതിലുള്ള ആനന്ദമാണ്, ആഹ്ലാദമാണ് പരമാനന്ദം എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ടും അതാണ് പരമലക്ഷ്യമെന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ശാശ്വതമായ ശിക്ഷയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തെറ്റിദ്ധരിപ്പെടുത്തുന്നത്. എന്നാൽ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ മതിമറക്കാതിരിക്കുകയും അനുഗ്രഹദാതാവിനെ ശരിയാവിധം അനുസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും അവനെ സംബന്ധിച്ചുള്ള ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി നിരന്തരമായ ആരാധനകളിൽ പങ്കെടുക്കുകയും ആ ആരാധനകളിലൂടെ അനിവാര്യമായും നേടിയെടുക്കേണ്ട ജീവിത വിശുദ്ധി കൈവരിക്കുകയും ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ അതെന്തെല്ലാമാണെന്ന് ശരിയാം വിധം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള അവന്റെ സംതൃപ്തിയിൽ, അവന്റെ സ്വർഗത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധ്യമാകും. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ സ്വർഗം നേടിയെടുക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും ഭൗതികമായ ഈ ജീവിതത്തിലുള്ള എത്ര വലിയ അനുഗ്രഹമാണെങ്കിലും ഒരു ദിനം, ഒരു നിമിഷം അത് നമ്മിൽ നിന്ന് വിട പറയും, സംശയമില്ല. ബഹുമാനനായ ഒരു സഹോദരൻ ഇന്നലെ നമ്മളെ വിട്ടുപിരിഞ്ഞു. ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ. അദ്ദേഹം കാണുന്ന സന്ദർഭത്തിലൊക്കെ പരലോകത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുമായിരുന്നു. തനിക്ക് ലഭ്യമായിട്ടുള്ള സമ്പത്തിന്റെ സിംഹഭാഗവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച, മനുഷ്യർക്ക് വേണ്ടി ചെലവഴിച്ച, വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ള ആളുകളുടെയും ദുരിതങ്ങൾ നീക്കുന്നതിന് വേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സഹോദരൻ. എത്ര മാത്രം ശ്രദ്ധയും ശുഷ്കാന്തിയും ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, വലിയ കച്ചവട സ്ഥാപനം വിദേശത്ത് നടത്തിക്കൊണ്ടിരുന്ന ആ വ്യക്തി ഇവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് പോലും എടുത്തിട്ടില്ല. പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു നിലക്കും മുന്നോട്ട് നീങ്ങണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു വ്യക്തി. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നാട്ടിൽ വരികയും ആ നാട്ടിൽ ഒരു ദീനി സ്ഥാപനം പടുത്തുയർത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ, കൂടിയാലോചനകളൊക്കെ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, എനിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, പല വ്യക്തികളും അദ്ദേഹത്തിൽ നിന്ന് പണം വായ്പ വാങ്ങിപ്പോകും, പല ആളുകളും തിരിച്ചു കൊടുക്കില്ല. പൊതുവെ മനുഷ്യന്റെ സ്വഭാവമാണ്. പക്ഷെ ആ സന്ദർഭത്തിൽ നമ്മളെ പോലെയുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറയണ്ട, എനിക്ക് ആ പണം വാങ്ങിയിട്ട് അവൻ തിരിച്ചു തന്നില്ല, അതിലെ സങ്കടം നമ്മൾ പങ്കുവെക്കുക. പക്ഷെ അദ്ദേഹം പങ്കുവെക്കാറുണ്ടായിരുന്ന ഒരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, എന്നാലിന്ന് വ്യക്തികളൊക്കെ തന്നെ ഇത്ര സംഖ്യ വാങ്ങിപ്പോയിട്ട് ഇതേ പ്രകാരം മറ്റുള്ള ആളുകളിൽ നിന്നും അവർ വാങ്ങുന്നുണ്ടാവുമല്ലോ, അവരോടത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി. ഇന്നലെ അദ്ദേഹം നമ്മൾ വിട്ടുവരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത്, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, സ്വർഗം നൽകുമാറാകട്ടെ. പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിൽ അല്ലാഹു ചേർക്കുമാറാകട്ടെ. മനുഷ്യൻ നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നാം ഉൾക്കൊള്ളേണ്ട പാഠം, ഏതൊരു ഘട്ടത്തിലും ഏതൊരു സന്ദർഭത്തിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നതാണ്. ഒരു നിമിഷം നമുക്ക് സംഭവിക്കുന്ന ഒരു വേദന ഒരു പക്ഷേ നമ്മുടെ മരണത്തിന്റെ കാരണമായി തീരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമലിൽ പിടിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു അത്രേ, അല്ലയോ ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, നീ ഈ ലോക ജീവിതത്തിൽ ഒരു വിദേശിയെ പോലെ, പരദേശിയെ പോലെ ആവുക. അതങ്ങനെ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക. ഒരു വഴിയാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകണം. ഒരു പരദേശിയെ സംബന്ധിച്ചിടത്തോളം സ്വരാജ്യത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള ചിന്തയാണ് എപ്പോഴും അവന്റെ മനസ്സിലാണ്. അത്രമാത്രം ഉയർന്ന പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ജോലിയിലാണെങ്കിലും അവന്റെ ആഗ്രഹം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇതേ പ്രകാരം ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്, നൈമിഷികമാണ്, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്, ശാശ്വതമല്ല. ശാശ്വതമായ ഒരു ജീവിതത്തിലേക്കുള്ള യാത്രയിലാണ് നീ എന്നുള്ള ബോധം നിനക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാനുണ്ടായിരുന്നു അത്രേ, നീ പ്രഭാതമായാൽ പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രദോഷമായാൽ പ്രഭാതത്തെയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ട, നാം ഓരോരുത്തരും പരസ്പരം പറയേണ്ട കാര്യമാണിത്. നാം പാഠം ഉൾക്കൊള്ളുക. ഭൗതികമായ ഈ ജീവിതം പരമലക്ഷ്യമായി കരുതാതിരിക്കുക. ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പാരത്രികമായ ജീവിതത്തിലേക്കുള്ള സമ്പന്നതയ്ക്ക് വേണ്ടിയുള്ള, ധന്യതയ്ക്ക് വേണ്ടിയുള്ള, സ്വർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിഭവം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അങ്ങനെ ക്രമീകൃത ജീവിതം നയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സത്യത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ നേർവഴിയിലൂടെ സ്വർഗത്തിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിച്ചയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ അന്തിമനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരികയില്ല, ഒരു ദിവ്യ വേദഗ്രന്ഥം അതിന് ഇനി ഇറക്കപ്പെടുകയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്, തറക്തു ഫീകും അംറൈൻ ലൻ തുദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി. ഞാനിതാ ഭാരമുള്ള രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവെച്ചു പോകുന്നു. അത് രണ്ടും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴി പിടയ്ക്കുകയില്ല. അതൊന്ന് അള്ളാഹുവിന്റെ വേദഗ്രന്ഥമാണ്, വിശുദ്ധ ഖുർആനാണ്. രണ്ട്, ആ വേദഗ്രന്ഥത്തിന്റെ വിശദീകരണമായ വ്യാഖ്യാനമായിട്ടുള്ള എന്റെ ചര്യയാണ്. ഈ ഖുർആനും സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴി പിടച്ചു പോവുകയില്ല. മറുവശം, ഈ ഖുർആനും സുന്നത്തുമല്ല നിങ്ങൾ പ്രമാണമായി കരുതുന്നതെങ്കിൽ നിങ്ങൾ വഴി പിടച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. വഴി പിടച്ചു പോകാതിരിക്കാൻ ശരിയാം വിധം ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തും കൃത്യമായി മുറുകെ പിടിക്കുക. സത്യനിധരായ സലഫുകൾ എങ്ങനെയായിരുന്നു ഈ ഇരു പ്രമാണങ്ങളെയും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നത്, അതേ പ്രകാരം പ്രമാണങ്ങളെ ശരിയാം വിധം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, ആചാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും, സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഖുർആനിൽ എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു എന്ന് മനസ്സിലാക്കി ഉൾക്കൊള്ളുക എന്നതാണ് വിജയം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ അടയാളം എന്ന് പറയുന്നത്. കൃത്യമായി വ്യക്തമായി പ്രകാരം പഠിപ്പിക്കപ്പെട്ടുള്ള മുസ്ലിം സമൂഹത്തിൽ വലിയ ഒരു വിഭാഗം തെറ്റായ ദിശയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഖുർആൻ സുന്നത്തും പ്രമാണമായി സ്വീകരിക്കേണ്ടതിന് പകരം മറ്റു പലതുമാണ് അവർ പ്രമാണമായി സ്വീകരിക്കുന്നത്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരുടെ, പണ്ഡിതന്മാരുടെ വചനങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, അവയ്ക്ക് ഖുർആനിനേക്കാളും ഹദീസിനേക്കാളും പ്രാമുഖ്യം കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വികല വിശ്വാസങ്ങൾ, വികലമായ ആരാധനകൾ, വികലമായ ആചാരങ്ങൾ അവരിൽ കടന്നു പോകുന്നു. ഈ വിഭാഗം ആളുകൾ നേർവഴിക്ക് നയിക്കുക എന്നത് അറിഞ്ഞ, പഠിച്ച, മനസ്സിലാക്കിയ ആളുകളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നസീഹത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ വിശ്വാസം എന്താണ്, ശരിയായ ആചാരം എന്താണ്, ശരിയായ സംസ്കാരം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയിൽപ്പെട്ടതാണ്. ആ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളുടെ നിലവിലുള്ള ഒരു അവസാനം എന്ന നിലക്ക് നാളെ ചെറുവാടിയിൽ വെച്ചുകൊണ്ട് ഒരു സംവാദം നടത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവാദമാണ്. സമസ്തയും മുജാഹിദ് വിഭാഗവും തമ്മിലാണ് സംവാദം നടക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ടാകും. ഓൺലൈനിൽ നമുക്കത് കേൾക്കുവാനുള്ള സന്ദർഭമുണ്ട്, സാഹചര്യമുണ്ട്. സാധ്യമാകുന്നവരൊക്കെ അത് കേൾക്കണം എന്ന് മാത്രമല്ല, അതിന്റെ ലിങ്ക് യാഥാസ്ഥിതിക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങളും, തെറ്റായ ആചാരങ്ങളും, തെറ്റായ സംസ്കാരങ്ങളുമായി നടക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹം ആചരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ആചരിക്കുകയും ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്കൊക്കെ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയും സ്നേഹപൂർവ്വം അവരോട് ഈ ഒരു ലിങ്കിൽ കയറി കാര്യങ്ങൾ കേൾക്കണമെന്ന്, വീക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. മന്ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരാൾ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ ആ നന്മ ആർ പിന്തുടരുന്നുണ്ടോ അവന് ലഭിക്കുന്ന പ്രതിഫലം പോലെ തന്നെ അറിയിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കും എന്നതാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, മനസ്സിലാക്കി തന്നിട്ടുള്ളത്, സന്തോഷ വാർത്ത അറിയിച്ചു തന്നിട്ടുള്ളതും. ആ സന്തോഷ വാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ അവൻ പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين. اللهم ربنا